ഇതിൽ ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഒരാണ് പെണ്ണ് മിണ്ടി ഉടനെ വേറെ ബന്ധമാണോ? അല്ല, ആങ്ങളാ ഫ്രണ്ട്. ഒരാണ് പെണ്ണ് മിണ്ടി ഉടനെ ബന്ധമാണോ അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ആണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല, നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി ഇവരുടെ ഈ ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ബിഗ് ബോസിനകത്ത് കണ്ടതാണല്ലേ. അങ്ങനെ ബിഗ് ബോസിനകത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ചും ജാസ്മിൻ ആയിരുന്നു കൂടുതലും. എന്തായാലും വീണ്ടും രണ്ടുപേരുടെയും വിഷയം അങ്ങനെ പൊങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ ടോമും അതുപോലെ ഗബ്രിയും വേറൊരു നടനും കൂടെ ഒക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതില് നമ്മുടെ ഷൈൻ ടോം പറയുന്നു ഞാൻ മാത്രമേ ഇതിൽ ബാച്ചിലർ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗബ്രി പറയുന്നു ഞാനും ബാച്ചിലർ ആണ് എന്ന് പറയുമ്പോൾ ഷൈൻ ടോം പറയുന്നു നീ ടുഗദറായിട്ട് ജീവിക്കല്ലേ, നീ ലിവിങ് ടുഗദർ അല്ലേ എന്ന് ചോദിച്ചപ്പോ ഗബ്രി പറയുന്ന ആര് എന്ത് എന്ന് പറയുന്നു. എന്തായാലും ആ ഒരു വിഷയം ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് കേട്ടോ. ബിഗ് ബോസിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ജാസ്മിനും ഗബ്രിയും കൂടെ എന്ത് റിലേഷൻ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ഗബ്രി പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. പക്ഷെ ജാസ്മിൻ അതിനകത്ത് ഗബ്രിയോട് കാണിച്ച ഒരു അടുപ്പം അത് ഏത് രീതിയിലായിരുന്നുള്ളത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകുമായിരുന്നു. ഇതിലൊക്കെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് കയറുന്നതിന് മുൻപേ പുറത്ത് ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടത്തിലകത്തേക്ക് കയറുന്നു. അവിടെ ചെന്ന് ഗബ്രീനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ജാസ്മിൻ അങ്ങ് മതി മറക്കുന്നു. ഇതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസിനകത്ത് ലൈവായിട്ട് കണ്ടുബോധിച്ചതാണ്. അതിനുശേഷവും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇവര് ഭയങ്കരമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് വ്ളോഗുകൾ ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും ഇനാഗ്രേഷൻ ഒരുമിച്ച് എത്തുന്നു. അങ്ങനെ ഇവര് വീണ്ടും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ കേൾക്കുന്നു രണ്ടുപേരും പിരിഞ്ഞു എന്ന്. കഷ്ടം തന്നെ കേട്ടോ. അല്ലെങ്കിലും ഈ ഗബ്രി ഒരു എന്താ പറയാ, അവൻ ആളത്ര വെടുപ്പല്ലായിരുന്നു കേട്ടോ. ജാസ്മിന് ഭയങ്കര ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്നേഹമായിരുന്നു ഗബ്രിയോട്. പക്ഷെ ഗബ്രി തേച്ചു എന്നാ തോന്നുന്നേ. അപ്പോ അവക്കത് തന്നെ കിട്ടണം. കാരണം ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുന്നേ പുറത്ത് ഒരാളുമായിട്ട് കല്യാണം എല്ലാം ഉറപ്പിച്ചു വെച്ച് എന്നിട്ടാണ് ഇവള് ബിഗ് ബോസിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. അയ്യോ എന്തായിരുന്നു സ്നേഹം. നല്ല ഡ്രസ്സിന്റെ ഇത് എവിടെ കോസ്റ്റ്യൂം എവിടെന്നാ? ഞാൻ പേര് മറന്നു, ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചത്. കൊളാബ് എടുക്കാനുള്ള സമയം കിട്ടാനുണ്ട്, അത് കൊളാബ് എടുക്കാത്തോണ്ടല്ല, അങ്ങനെ തിരിച്ചിരിക്കരുത്. ശരി ഏട്ടാ, ഗുരുവിനെ പ്രൈസ് അടിച്ച് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസ്മിന്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു, ഒരു ജ്വല്ലറിയിലെ ഇനാഗ്രേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലുക്കിലൊക്കെയാണ് എത്തിയത്. എത്ര ലുക്കിൽ എത്തി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എത്രയൊക്കെ മേക്കപ്പ് ചെയ്ത് പുട്ടി അടിച്ചു വന്നു എന്ന് പറഞ്ഞാലും സ്വഭാവം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് ബിഗ് ബോസിനകത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. തുമ്മിയ ചായ കൊണ്ട കൊടുത്തത്, കുളിക്കത്തില്ല, എന്തൊക്കെയായിരുന്നു. കഷ്ടം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്ത് വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്നത്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണ്ടേ, ആള് ഫുൾ ഫേക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഉദാഹരണമല്ലേ പുറത്തൊരാളുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അകത്ത് വന്ന് ബിഗ് ബോസിനകത്ത് വന്ന് വേറൊരാളെ കണ്ടപ്പോ പിന്നെ അയാളുമായിട്ട് ആദ്യം ഫ്രണ്ട്ഷിപ്പ് ആവുന്നു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ വേറൊരു രീതിയിലേക്കാകുന്നു. എന്തൊക്കെയായിരുന്നു അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയത്. അയ്യോ, എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സീസൺ ആയിരുന്നു. കാരണം അത്ര വെറുപ്പീരായിരുന്നു ഈ ജാസ്മിനും ഗബ്രിയൊക്കെ അതിനകത്ത് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്വന്തം കുടുംബം എത്രത്തോളം സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പറയുന്ന ജാസ്മിൻ ബിഗ് ബോസിനകത്ത് പോയി കാണിച്ചു കൂട്ടിയതിനൊക്കെ അനുഭവിച്ച് വീട്ടുകാരാണ്. കാരണം അവർ അത്രത്തോളം അനുഭവിച്ചു സൈബർ അറ്റാക്ക്. ഈ ജാസ്മിനും കിട്ടിയിട്ടുണ്ട്. ജാസ്മിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടുകാരുൾപ്പെടെ
അത്രത്തോളം അനുഭവിക്കേണ്ടി വന്നത് അല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കണ്ടല്ലോ, ജാസ്മിനും ഗബ്രിയും അതിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിന്ന്. ഇതൊന്നുമല്ല, ഇതല്ലാതെ പലതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓട്ടെ, ബിഗ് ബോസും ഷോ എല്ലാം കഴിഞ്ഞു. അതിനുശേഷവും ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, വ്ളോഗുകൾ ചെയ്യുന്നു. പിന്നെ ഇവര് എപ്പോഴും ഒരുമിച്ചായിരുന്നു, പല പല ട്രാവൽ വ്ളോഗുകൾ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു. ഇത് ഇപ്പൊ രണ്ടുപേരും പിരിഞ്ഞു എന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയാണ് മുതലെടുപ്പ് നടത്തിയിരിക്കുന്നത്. കാരണം ജാസ്മിന്റെ കൂടെ കൂടി ഗബ്രി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഈ പറയുന്ന ജാസ്മിനെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നഷ്ടം സംഭവിച്ചത് ആർക്ക് നഷ്ടം സംഭവിച്ചു? ജാസ്മിന് നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചു. സ്വന്തം കുടുംബം നാണം കെട്ട്, സ്വന്തം ജീവിതം, നല്ലൊരു ജീവിതം നഷ്ടമായി പോയി. ഇതൊക്കെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് അല്ലേ? ഇപ്പൊ ഒരു ഷോയില് അത് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യണമായിരുന്നു. ഇത് ജാസ്മിൻ എന്താ ചെയ്ത്? ഗബ്രിയെ കണ്ടപ്പോ അങ്ങ് മതി മറന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങ് തുടങ്ങിയിട്ട്, അയ്യോ ഫ്രണ്ട്ഷിപ്പ് പിന്നെ എന്തൊക്കെ രീതിയിലായിരുന്നു അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. ഇപ്പൊ കിട്ടിയില്ലേ? നല്ല രീതിക്ക് കിട്ടിയില്ലേ? എനിക്ക് നിന്നെ ഒന്ന് അടിക്കണം.